ഓം നമ ശിവായ. ഓം നമ ശിവായ. ഭാരത് മാതാ കി ജയ്. ഭാരതം വളരെ ശ്രേഷ്ഠമായ, സമ്പന്നമായ, ധർമ്മത്തിൽ അധിഷ്ഠിതമായ, നീതിയിൽ അധിഷ്ഠിതമായ, ദയയിൽ അധിഷ്ഠിതമായ, പരസ്പര സഹായത്തിൽ അധിഷ്ഠിതമായ, ഏവരെയും സഹായിക്കുന്ന ആൾക്കാരായിട്ടുള്ള, സർവർക്കും അഭയം കൊടുക്കുന്നവരായിട്ടുള്ള നമ്മുടെ ഭാരതം എന്ന് പറഞ്ഞാൽ പ്രകാശമാനമായ ഭൂഖണ്ഡം. പ്രകാശമാനമായത് എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനം ഉള്ളവര്, അല്ലെങ്കിൽ പരമാത്മാജ്ഞാനം ഉള്ള ജനങ്ങൾ വസിക്കുന്ന, ആത്മസംസ്കാരമുള്ള ജനങ്ങൾ വസിക്കുന്ന ഭൂഖണ്ഡം. അത് അന്ന് ഒരൊറ്റ ഭൂഖണ്ഡമായിരുന്നു എന്നാണ് പറയുന്നത്. ഇന്നത്തെ പോലെയുള്ള വിവിധ ഭൂഖണ്ഡങ്ങൾ ഇല്ലായിരുന്നു അത്രേ. അങ്ങനെ ശ്രേഷ്ഠമായ ഭാരതത്തിന് എന്തോ അപചയം സംഭവിച്ചു. അപചയം സംഭവിച്ചപ്പോൾ ചില വിദേശീയ കൊള്ളക്കാര് നമ്മുടെ സാംസ്കാരിക കേന്ദ്രങ്ങളും ആരാധനാലയങ്ങളും കൊള്ളയടിച്ച്, കൊള്ളക്കാര് അവർ വന്ന് നമ്മളെ കൊള്ളയടിച്ചിട്ട് നമ്മുടെ സ്ത്രീജനങ്ങളെ പിടിച്ചുകൊണ്ടുപോയി വളരെ നികൃഷ്ടമായ രീതിയിൽ നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഭാരതത്തിൻ്റെ ചരിത്രം ലളിതമായി പറയുകയാണ്. പിന്നെ നൂറ്റാണ്ടുകളോളം നമ്മൾ അടിമത്തത്തിലായിരുന്നു. പല വിദേശികളും ഇവിടെ വന്ന് വിദേശധർമ്മം ഇവിടെ സ്ഥാപിച്ചു. വിദേശധർമ്മമാണ്, നമുക്കറിയാം, ഞാൻ പേരെടുത്ത് പറയുന്നില്ല. വിദേശധർമ്മങ്ങൾ ഭാരതത്തിൽ സ്ഥാപിച്ചു. വിദേശ മതങ്ങൾ. ഭാരതത്തില് സനാതനധർമ്മം മാത്രമാണ് സനാതനധർമ്മം. യഥാർത്ഥത്തില് ഈ ഭാരതത്തില് വിദേശികൾ വന്ന് ആധിപത്യം സ്ഥാപിച്ചപ്പോൾ അവര് മനസ്സിലാക്കിയത് നമ്മുടെ ധർമ്മം അഥവാ നമ്മുടെ ശ്രേഷ്ഠമായ ഗ്രന്ഥങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ വേദങ്ങൾ, ശാസ്ത്രങ്ങൾ, ഇവയൊക്കെ വളരെ ശ്രേഷ്ഠമായിരുന്നു, സത്യസന്ധമായിരുന്നു. ഈ വേദങ്ങളും ശാസ്ത്രങ്ങളും പഠിച്ചിട്ട് ആണ് നമ്മുടെ ജനങ്ങൾ സമാധാനപരമായി ജീവിച്ചിരുന്നത്. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു എന്ന് ചോദിച്ചിരുന്നാലോ, നമ്മുടെ ഈ വേദഗ്രന്ഥങ്ങളും മറ്റുമൊക്കെ വിപരീത അർത്ഥം വരുന്ന രീതിയിൽ തിരുത്തപ്പെട്ടു. വിപരീത അർത്ഥം വരുന്ന രീതിയിൽ തിരുത്തപ്പെട്ടു. അതിന് ഒരു ഉദാഹരണം പറയാം. നമ്മൾ പറയുന്ന സനാതനധർമ്മം. സനാതനധർമ്മം എന്താ അതിൻ്റെ അർത്ഥം? അതിന് പ്രത്യേകിച്ച് ഒരു അർത്ഥം ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ നമ്മൾ പറയും ഒരിക്കലും നശിക്കാത്തത് എന്ന് പറഞ്ഞു ഒപ്പിക്കും. യഥാർത്ഥത്തിൽ സനാതനധർമ്മം എന്നല്ല ആ ധർമ്മത്തിന്റെ യഥാർത്ഥ പേര്. ആ ധർമ്മത്തിന്റെ യഥാർത്ഥ പേര് സനാഥധർമ്മം എന്നാണ്. സനാഥധർമ്മം എന്ന് പറഞ്ഞാലോ നാഥൻ ഉള്ള ധർമ്മം എന്നാണ് അർത്ഥം. നാഥൻ എന്ന് പറഞ്ഞാൽ ആരാണ്? സർവരുടെയും നാഥനായ പരമാത്മാവാണ് നാഥൻ. സർവരുടെയും പിതാവായ പരമാത്മാവാണ് നാഥൻ. സർവധർമ്മങ്ങളുടെയും പിതാവായ, സർവധർമ്മങ്ങളെയും സ്ഥാപിക്കുന്നവനായ പരമാത്മാവാണ് നാഥൻ. അങ്ങനെ പരമാത്മാവിനാൽ സ്ഥാപിതമായ ധർമ്മമായതുകൊണ്ട് സനാഥധർമ്മം എന്ന് പറയുന്നത്. സനാഥധർമ്മം. ഈ സനാഥധർമ്മം പലപ്പോഴായി വിദേശികള് കുത്തിത്തിരികി തെറ്റുകൾ ചേർത്ത് നമ്മളിന്ന് ഉച്ചരിക്കുന്നത് സനാതനധർമ്മം എന്നാണ്. മറ്റൊരു രീതിയിൽ പറയാമായിരുന്നു, ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായ സനാതനന്മാർ. അങ്ങനെ ഒരു 5 പേരുണ്ടാവും. അതില് സനാതനൻ സ്ഥാപിച്ച ധർമ്മം എന്നെങ്കിലും കുറഞ്ഞ പക്ഷം പറയണമായിരുന്നു. പക്ഷെ പറഞ്ഞില്ല. അങ്ങനെ പ്രകാശമാനമായിരുന്ന ഭാരതം, ശ്രേഷ്ഠമായിരുന്ന ഭാരതം അധപ്പതിച്ച് അടിമകളായി വിദേശ ധർമ്മങ്ങളുടെ ഭരണത്തിന് കീഴിലായി, വിദേശ മതങ്ങളുടെ ഭരണത്തിന് കീഴിൽ നമ്മൾ അടിമകളായിട്ട് കുറെ കാലം ജീവിച്ചു.
ഒരുപാട് കാലം ജീവിച്ചു. നമ്മുടെ സത്ത നഷ്ടപ്പെട്ടു. സത്ത പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. കാരണം ഭാരതത്തിനെ പറയുന്നത് രത്നഗർഭ, ഈശ്വരൻ അവതരിക്കുന്ന നാട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഭാരതം സനാഥധർമ്മം, സ്വയം നാഥനാൽ സ്ഥാപിക്കുന്ന ധർമ്മം എന്നാണ്. അത് അവിനാശിയാണ്, ഒരിക്കലും നശിക്കാത്തതാണ്. അപ്പോൾ ഈ ധർമ്മം ഒരിക്കലും നശിക്കുന്നില്ല. നൂറ്റാണ്ടുകളോട് അടിമത്തത്തിൽ ഇരുന്നിട്ടും, നമ്മൾ റസിയ കൊടുത്തൊക്കെ നമ്മുടെ പൂർവികർ ഇവിടെ ജീവിച്ചിട്ടും, സമ്പൂർണ്ണ അധികാരം അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നിട്ടും സനാഥധർമ്മത്തെ തുടച്ചു നീക്കാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. കാര്യം എന്താണ്? അത് സനാഥധർമ്മമായതുകൊണ്ട്, സ്വയം പരമാത്മാവിനാൽ സ്ഥാപിതമായ ധർമ്മമായതുകൊണ്ടാണ് അതിനെ നശിപ്പിക്കാൻ പറ്റാത്തത്. നമ്മുടെ ഭാരതം അനേകം പുണ്യാത്മാക്കൾ ജന്മമെടുക്കുന്ന ഭൂഖണ്ഡമാണ് ഭാരതം. അവതാരങ്ങൾ വരുന്ന ഭൂഖണ്ഡമാണ് ഭാരതം. നമുക്ക് അതിനൊന്നും ഒരു കുറവുമില്ല. ഇപ്പോഴും അവതാരങ്ങൾ ജീവിച്ചിരിക്കുന്ന ഭൂഖണ്ഡമാണ് ഭാരതം. ആ ഭാരതത്തില് ഒരിക്കലും ആർക്കും നശിപ്പിക്കാൻ സാധിക്കില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇപ്പോഴത്തെ സമകാലിക കാര്യങ്ങൾ നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. പരസ്പരം ലിങ്ക് ചെയ്തൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഇരിക്കെ നമ്മുടെ ഭാരതം, അതായത് നമ്മള് സനാതനികള് അല്ലെങ്കിൽ സനാഥധർമ്മത്തിൽപ്പെട്ട നമ്മൾ ഓരോരുത്തരും ജാതീയമായി ഭിന്നിച്ച് പരസ്പരം അയിത്തം അങ്ങനെ പല പല വൃത്തികേടിൽപ്പെട്ട് ജീവിക്കുന്ന സമയത്താണ് ഒരു ദിവ്യ പുരുഷൻ അല്ലെങ്കിൽ ഒരു അവതാര പുരുഷൻ ഭാരതത്തില് ജന്മമെടുക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഒരു പക്ഷെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകും. ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാർ. അദ്ദേഹം ജന്മമെടുക്കുന്നു. അദ്ദേഹം ഡോക്ടറാണ്. അദ്ദേഹം ചിന്തിച്ചു, ഭാരതത്തിന്റെ ഇന്നത്തെ അവസ്ഥ, ചില സ്ഥലങ്ങളിൽ വന്ദേ മാതരം പാടാൻ പറ്റുന്നില്ല. വന്ദേ ഭാരതത്തില് ആ വാക്ക് മാറ്റണം, ഈ വാക്ക് മാറ്റണം. ഇപ്പോഴും അങ്ങനെ പറയുന്നു. മതത്തിന്റെ പേരിൽ വിഭജിക്കപ്പെട്ട രാജ്യമാണിത്. ഇപ്പോഴും അതിന്റെ അവശിഷ്ടങ്ങൾ ഇവിടെ കിടക്കുന്നു. മതത്തിന്റെ പേരിൽ വിഭജിക്കപ്പെട്ടു രാജ്യം. പിന്നെ ആ മതക്കാർ നമ്മുടെ അവകാശങ്ങളിൽ കൈവയ്ക്കുന്നത് ഒട്ടും ശരിയല്ല. നമ്മൾ പൂർണ്ണമായും ധൈര്യമായിട്ട് പറയണം, മതത്തിന്റെ പേരിൽ വിഭജിക്കപ്പെട്ട സ്ഥലത്ത് നിങ്ങൾ പോയി അവകാശപ്പെടൂ എന്ന് പറയാൻ ഓരോ ഹിന്ദുവും ധൈര്യപ്പെടണം. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു വന്ന കാര്യം, അങ്ങനെ ഒരു ദിവ്യ പുരുഷൻ ഇവിടെ ജന്മമെടുക്കുന്നു. അദ്ദേഹം ദീർഘവീക്ഷണമുള്ള ആളായിരുന്നു. 100 വർഷം 200 വർഷം കഴിയുമ്പോൾ ഭാരതം ഇങ്ങനെ പോയാൽ അതിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഡോക്ടർജി മനസ്സിലാക്കി. അദ്ദേഹം കൊച്ചു കുട്ടികളെ കൊണ്ട് ഒരു ചെറിയ സംഘടന കുട്ടിക്കളികളിലൂടെ സ്ഥാപിച്ചു എന്നാ പറയുന്നത്. കുട്ടിക്കളികളിലൂടെ ആ പ്രസ്ഥാനം ഇന്ന് ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഭാരതത്തിലെ അവതാരങ്ങൾ വന്ന് പിറക്കുന്ന നാടാണ്. അവതാരങ്ങൾ എപ്പോഴാണോ ധർമ്മത്തിന് ച്യുതി സംഭവിക്കുന്നത്, ധർമ്മത്തിന് നഷ്ടം സംഭവിക്കുന്നത്, ധർമ്മം നശിക്കും അങ്ങനെ തോന്നുന്നത്, അപ്പോഴാണ് അദ്ദേഹം പരമാത്മ അതിന് തക്ക യോഗ്യതയുള്ള ആളിനെ നമ്മുടെ ഭാരതത്തിലേക്ക് അയക്കുന്നത്. തുടക്കത്തില് വിരലെണ്ണാവുന്ന കുട്ടികളെ കൊണ്ട് തുടങ്ങിയ ആ പ്രസ്ഥാനം ഇന്ന് ലോകം വസുദേവ കുടുംബകം ലോകത്തെ നിയന്ത്രിക്കുന്ന ശക്തിയായി വളർന്നിരിക്കുന്നു. ലോകത്തെ നിയന്ത്രിക്കുന്ന, ഭാരതത്തെ നിയന്ത്രിക്കുന്ന വസുദേവ കുടുംബകമായിട്ട് ആ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കാൻ സാധിക്കുന്നു. ആദരണീയനായ ഗുരുജി ഇപ്പൊ പറഞ്ഞു, ഗദീജി മഹർഷിയുടെ അസ്ഥി, ജീവനോടെയുള്ള അസ്ഥി വേണമെന്ന് ഗുരുജി ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഡോക്ടർ ജി ദദീജി മഹർഷി അദ്ദേഹത്തിന് സമാണ്. അദ്ദേഹം സ്വയം തൻ്റെ ജീവിതം എന്ത് ചെയ്തു? ത്യാഗം ചെയ്തു. ദദീജി മഹർഷി കണക്ക് അദ്ദേഹത്തിൻ്റെ അസ്ഥി, മജ്ജ, മാംസം, രക്തം എല്ലാം രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിച്ചിട്ട് അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം, അദ്ദേഹം ഭാവനയിൽ കണ്ട
ആ ഒരു ഭാരതമായി ഭാരതം എന്ന് ഉണർന്നെണീറ്റുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ചിന്തിക്കുക, അങ്ങനെ ഒരു മനുഷ്യനില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഇന്നിവിടെ ഇരിക്കുവോ? ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുവോ? എൻ്റെ സംസാരം നിങ്ങൾ കേൾക്കുവോ? ഏതോ ഒരാള് അപ്പോ ശരിക്കും ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാറിന് നൽകേണ്ട ആദരവ് കിട്ടുന്നുണ്ടോ? ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന്റെ പേരിൽ എന്തോ ഒരു പ്രസ്ഥാനത്തിന്, എന്തോ ഒരു ബിൽഡിങ്ങിനോ മറ്റോ പേരിട്ടപ്പെടുത്തേക്ക് ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടന്നത്? എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നു? പേരിട്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, ഓർമ്മയുണ്ടത്. അപ്പോ ഈ ഡോക്ടർ ജിക്ക് അദ്ദേഹത്തിന് അർഹമായ, അദ്ദേഹത്തിന്റെ കർമ്മത്തിന് അനുസരിച്ചിട്ടുള്ള ഒന്നും ലഭിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം മാത്രമല്ല, ഒരുപാട് ആചാര്യന്മാർ അതേ സമയത്ത് ഒരേ സമയത്ത് തന്നെ ജന്മമെടുത്തിട്ടുണ്ട്. നാരായണ ഗുരുജി, അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമികള്, അങ്ങനെ ഒരുപാട് പറഞ്ഞ അയ്യാഗുരു, അയ്യങ്കാൾ, അങ്ങനെ ഒരുപാട് മഹാന്മാര് ഇവിടെ പിറന്നിട്ടുണ്ട്. പക്ഷേ ഇവരാരും തന്നെ ഡോക്ടർ ജിക്ക് സമാനം എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. ഡോക്ടർ ജി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് രാജ്യത്തിന് ഉപകാരപ്രദമാകുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ നീക്കം. നോക്കൂ, നമ്മള് സംഘശാഖയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ജാതി എന്ന് പറയുന്ന ഒരു സംഗതിയില്ല. ഏത് ജാതിയോ ആയിക്കോട്ടെ, ഒരേ വേഷത്തില് പരസ്പരം കളികളിലൂടെ അവർ പരസ്പരം കളിച്ച് അവരുടെ വിയർപ്പ്, ഓരോ ജാതിയിൽപ്പെട്ടവരുടെ വിയർപ്പ് പരസ്പരം ശരീരത്തിൽ ചേർന്ന് അവര് ഒരേ ഒരു ഭാരത് മാതാവിന്റെ മക്കളായിട്ട് അങ്ങനെ ഏകതയോടുകൂടി മുന്നോട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. പലരും എതിർക്കും. അറിയപ്പെടാത്ത ഒരുപാട് ആൾക്കാരെ വീണ്ടുകൊണ്ട് ബലിദാനികൾ ഒരുപാട് പേരുണ്ട് പ്രസ്ഥാനത്തിന്. ബലിദാനികൾ അവരാരും അറിയപ്പെടുന്നില്ല. നമ്മളൊരു വീട് വെച്ച് വീട്ടിൽ താമസിക്കുമ്പോഴത്തേക്ക് അതിന്റെ ബേസ്മെന്റ്, ഭൂമിക്ക് അടിയിലുള്ള ഭാഗം നമ്മൾ കാണില്ല. അതുപോലെ ഈ പ്രസ്ഥാനത്തിന് ബലിദാനികളായിട്ടുള്ള ആൾക്കാര് എത്ര പേര് നമുക്കറിയാം? നമ്മുടെ പ്രദേശത്തുള്ള ആൾക്കാരെ ഒരുപക്ഷെ നമുക്കറിയാമായിരിക്കും. പക്ഷെ നമ്മളറിയാത്ത ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ബലിദാനികളെ ദാനം ചെയ്തിട്ടുള്ള അമ്മമാരും സഹോദരിമാരും ഒക്കെ ഉള്ള ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. പറയുമ്പോൾ എളുപ്പമാണ്, ഭാരതത്തിന്റെ ഏകത, ഹൈന്ദവ ഏകത എന്നൊക്കെ പറയുമ്പോൾ തീർന്നു. പക്ഷെ അതിന്റെ പിന്നിലുള്ള പ്രയത്നം വളരെ വലുതാണ്. അതിന് ഇത്തരത്തിലുള്ള ആൾക്കാരെ ഈശ്വരൻ അഥവാ പരമാത്മാവ് കൃത്യമായിട്ടും അയച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പലതരത്തിലുള്ള അപചയങ്ങൾ അല്ലെങ്കിൽ വിപരീത ഫലം തരുന്ന വാക്കുകൾ കുത്തിത്തിരികി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിന് ഞാൻ മറ്റൊരു ഉദാഹരണം സൂചിപ്പിക്കാം. എന്നെക്കാളും പാണ്ഡിത്യമുള്ള ആൾക്കാരാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് എന്നെനിക്കറിയാം. പക്ഷെ നിങ്ങൾ ചിന്തിക്കണം, ഞാൻ പറയുന്ന കാര്യം തെറ്റാണെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കാനും തയ്യാറാണ്. ഭാരതത്തില് അമ്മമാരെ അല്ലെങ്കിൽ സഹോദരിമാരെ അല്ലെങ്കിൽ സ്ത്രീകളെ വളരെ ശ്രേഷ്ഠമായ രീതിയിലാണ് പൂജിച്ചു വരുന്നത്. ഇപ്പൊ ഇങ്ങനെ പറയും, ഒരു അമ്പലത്തിലെ വിഗ്രഹം ഉണ്ടല്ലോ, ദേവത, ആ ദേവതകളെക്കാളും ശ്രേഷ്ഠമായ അവസ്ഥയാണ് സന്യാസിമാർക്കെന്ന് അദ്ദേഹം, നമ്മുടെ ഗുരുജി ഇരിക്കുന്നു എന്ന് പറയാറുണ്ട്. അമ്പലത്തിലെ ദേവതകളെക്കാളും ഉയർന്ന അവസ്ഥയാണ്, ഉയർന്ന പൊസിഷനാണ് സന്യാസിക്ക് കൊടുക്കേണ്ടത് എന്നാണ്. ഈ സന്യാസി എന്ത് ചെയ്യുന്നറിയോ? നമ്മുടെ ബാലികമാരില്ലേ, കൊച്ചുകുട്ടികള്, അവരുടെ കാലിൽ തൊട്ട് തൊഴും. അതായത് ഈ ബാലികമാര്, ദേവിമാര്, നേപ്പാളിലൊക്കെ എപ്പോഴും ഉണ്ട് ദേവിമാരുടെ, അതായത് കന്യകമാരെ ദേവതയെന്ന് പ്രഖ്യാപിച്ചിട്ട് അവരെ ആരാധിക്കുന്ന ഒരു സംവിധാനം ഇപ്പോഴും നമ്മുടെ സമാജത്തിലുണ്ട്. അപ്പൊ അങ്ങനെ സ്ത്രീകളെ ആരാധിക്കുന്ന ഝാൻസി റാണി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട്, ഞാൻ എടുത്ത് പറയുന്നില്ല, അറിയാം, അത് സമയം കളയണ്ട. അങ്ങനെ ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന ഒരു സമൂഹമാണ് സനാതനധർമ്മത്തിൻ്റെത്. അങ്ങനെയുള്ള നമ്മുടെ ശ്രേഷ്ഠ
ശ്രേഷ്ഠ ഗ്രന്ഥമായ മനുസ്മൃതിയില് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഒരു വാചകമത്രേ സ്ത്രീന സ്വാതന്ത്ര്യമർഹതി. യഥാർത്ഥത്തിൽ തെറ്റാണ്. അതിന്റെ യഥാർത്ഥ വാക്ക് ഇങ്ങനെയാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. സംസ്കൃതം അറിയാവുന്നവര് പ്രത്യേകിച്ച് കേൾക്കണം. സ്ത്രീനാം ഒറ്റ വാക്ക. അതിനെ സ്പ്ലിറ്റ് ചെയ്തു. ഏതോ കുബുദ്ധി സ്പ്ലിറ്റ് ചെയ്തപ്പോ സ്ത്രീ ന എന്നായി, അർത്ഥം മാറി. അപ്പൊ ഇത്തരത്തില് സ്ത്രീകളെ ബഹുമാനിച്ച് ഓരോ കാലഘട്ടത്തിലും കുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകള് പലരുടെയും സംരക്ഷണത്തിലാണെങ്കിലും സ്ത്രീ സമൂഹം സ്വതന്ത്രരാണ് എന്നാണ് മനുസ്മൃതി പറയുന്നത്. എന്നാൽ നമ്മൾ ഒരുപാട് കാലം അടിമത്തത്തിൽ പോയതിന്റെ ഫലമായിട്ടോ, മറ്റു പലരും നമ്മുടെ നാട് ഭരിച്ചതിന്റെ ഫലമായിട്ടോ, നമ്മുടെ ഗ്രന്ഥങ്ങൾ പലതും അവരുടെ ഇംഗിതത്തിനനുസരിച്ചിട്ട് നമ്മൾ ഒരുമിക്കരുത്, സംഘടിക്കരുത്, അങ്ങനെ നമ്മൾ വളർന്നു വരുന്നരുത്, നമ്മുടെ സ്വത്തുക്കൾ മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് പോയ കൊള്ളക്കാരന്മാരെ എഴുതി തിരികെ കയറ്റിയതാണ് സ്ത്രീനാം എന്നുള്ള സ്ഥലത്ത് സ്ത്രീന സ്വാതന്ത്ര്യമർഹതി എന്നാക്കിയത്. ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിക്കുവാനുണ്ട്. ഞാനിവിടെ പറഞ്ഞു വന്നത്, ഭാരതം അവിനാശി ഖണ്ഡാണ്, പ്രകാശമാനമായതാണ്, പരമാത്മ ജ്ഞാനമുള്ള സ്ഥലമാണ്. ഇത് ഒരിക്കലും നശിക്കാത്തതാണ്. എപ്പോഴാണ് നാശത്തിന്റെ വക്കിലെത്തുന്നത്, അപ്പോഴിതുപോലുള്ള പ്രസ്ഥാനങ്ങളും ആചാര്യന്മാരും ഡോക്ടർ ജിയെ പോലുള്ള ആൾക്കാർ വരും, അവരിതിനെ ഉദ്ധരിക്കും. അതുകൊണ്ട് നമ്മൾ ഇതിനെപ്പറ്റി ഉത്കണ്ഠപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം എന്താണെന്ന് ചോദിച്ചാലോ, നമ്മളിപ്പോ കോഴിക്കോട് കണ്ട മാഘ ഉത്സവം, കോടിക്കണക്കിന് ആൾക്കാരാണ് വന്നിട്ട് പോയത്. ആരെങ്കിലും ആഹ്വാനം ചെയ്തിട്ടാണോ? എവിടെന്നാ വന്നേ ഇവരൊക്കെ? എങ്ങനെയാ ഇവരൊക്കെ സംഘടിച്ചത്? അത്ഭുതമാണ്. എന്ന് വിചാരിച്ച് നമ്മൾ അലസരായി ഇരിക്കണമെന്നല്ല. നമ്മൾ സംഘടിക്കേണ്ട സ്ഥലത്ത് സംഘടിക്കുക തന്നെ വേണം. അപ്പോ ആരും വേണ്ടത്ര രീതിയിലുള്ള ബഹുമാനം അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റ് കൊടുക്കാത്ത നമ്മുടെ ഡോക്ടർ ജി നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുവെങ്കിൽ അതിന് ഉത്തരവാദി അത് ഡോക്ടർ ജി ആണെന്നും അദ്ദേഹം ഒരു അവതാര പുരുഷനാണെന്നും അദ്ദേഹം മറ്റൊരു സന്യാസി രൂപത്തിലാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് അമ്പലങ്ങളോട് ഈ നാട്ടിൽ ഉണ്ടായിരിക്കുമായിരുന്നു. പക്ഷേ ഇദ്ദേഹം ഇപ്രകാരം ഒരു സംഘടന രൂപീകരിച്ച് ഭാരതത്തെ ഉദ്ധരിച്ചത് കൊണ്ട്, ഭാരതത്തെ അതിന്റെ പരമവൈഭവത്തിലേക്ക് എത്തിച്ചത് കൊണ്ട് ആരും വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും കാണാനും രണ്ട് വാക്ക് എൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രവിച്ചതിന് ഞാൻ നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഓം നമഃ ശിവായ. നന്ദി, നമസ്തേ.